ഇൻ്റർവ്യൂ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മെയിൻലി 2 ഇൻ്റർവ്യൂസാണ് അറ്റൻഡ് ചെയ്തത്. എനിക്ക് മെയിൻലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് ICDയും അനാട്ടമിയിൽ നിന്നായിരുന്നു. ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് അവരുടെ കമ്പനി റിക്വയർമെൻറ്റ്സ് ഒക്കെ ചോദിച്ചു നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ലെവലിലേക്ക് കടന്നത്. ഫസ്റ്റ് തന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അനാട്ടമി ഭാഗത്തു നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ്. ഒരു ഓൾമോസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 1 വേർഡ് പോലെ നമുക്ക് പറയാൻ പറ്റുന്നത്. മെയിനായിട്ട് ഞാൻ CPC എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അനാട്ടമി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നു. അതെനിക്ക് ഇൻ്റർവ്യൂവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ICD ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് വന്നത് CKD, അതുപോലെ തന്നെ ഡയബറ്റിക്സ് മെലിറ്റസ്, അവിടത്തേക്ക് കോഡിംഗ് ഗൈഡ് ലൈൻസ് നിന്നായിരുന്നു മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഓരോ സിറ്റുവേഷൻസ് നമുക്ക് CPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിയാം, ഓരോ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതുപോലെ തന്നെയായിരുന്നു ഇൻ്റർവ്യൂവിനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഇനി അനാട്ടമി ആണെങ്കിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന സഫിക്സ്, പ്രിഫിക്സ്, അതുപോലെ തന്നെ കുറേ ടേംസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ഗ്യാസ്ട്രോ, ഹെപ്പാറ്റോ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഒന്നും കൂടി നമ്മൾ കറക്റ്റ് പ്രിപ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രഷേഴ്സായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ICDയുടെയും CPTൻ്റെയും ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ ബേസിക് അനാട്ടമിയും നല്ല തറവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും.